നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പ്രധാനമായ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഇഷാൻ കിഷനെ മടക്കിയെടുത്തിരിക്കുന്നു സ്ക്വാഡിലേക്ക്. അതുപോലെ ജിതേഷ് ശർമ്മ ഡ്രോപ്പായി, ശുഭ്മൻ ഗില്ലിനെ പുറത്താക്കി, വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കി. അങ്ങനെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തൊരു കോളപ്പാണ്. നമ്മൾ ശുഭ്മൻ ഗില്ലിന്റെ പുറത്തുപോക്കിനെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചതുകൊണ്ട് ഇഷാൻ കിഷന്റെ മടങ്ങി വരവിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ കൈയടിക്കേണ്ടത് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യൻ ടീമിന്റെ സെലക്ടേഴ്സ് ആയിട്ട് വന്ന പ്രഖ്യാൻ ഓജ, RP സിംഗ്. അവർ കൃത്യമായിട്ട് പണിയെടുത്തു. SMAT കാണാൻ പോയി. അവിടെയുള്ള ഇഷാൻ കിഷന്റെ കിടിലം പ്രകടനം അവർ കണ്ടു ബോധിച്ചു. തൃപ്തരായി സ്ക്വാഡിലേക്ക് ഇതൊക്കെ കൊണ്ടുവരുന്നു. ഇഷാൻ കിഷന്റെ മടങ്ങി വരവിന് കൈയടിക്കണം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് 2 കൊല്ലം മുമ്പ് അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ പര്യടനത്തിന് പോയ ഇന്ത്യൻ ടീമിൽ നിന്ന് സ്ക്വാഡിൽ നിന്ന് ഇഷാൻ കിഷൻ വിട്ടുപോരുന്നത്? അൺഫെയർ ട്രീറ്റ്മെന്റ് പിന്നീട് അദ്ദേഹത്തിന് നേരെ വന്നു. സ്ക്വാഡിലേക്ക് പിന്നെ വിളിച്ചില്ല. പിന്നെ സെൻട്രൽ കോൺട്രാക്ട് അദ്ദേഹത്തിന് നഷ്ടമായി. ഡിസിപ്ലിൻ ഇല്ലാത്തവൻ, താൻ തോന്നി എന്ന രൂപത്തിൽ പലരും മുദ്രകുത്തി. എന്നിട്ടും അദ്ദേഹം തന്റെ ജോലി ഡൊമസ്റ്റിക്കലി കൃത്യമായിട്ട് ചെയ്തു. ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ, ഫോർ ഫൺ റൺ ഇങ്ങനെ അടിച്ചുകൂട്ടി. SMATയിലൊക്കെ എജ്ജാതി കളിയാണ്. ഫൈനലടക്കം സെഞ്ചുറി നേടി. ആ കിരീടം അങ്ങ് എടുത്തു കൊടുത്തു ടീമിന്. കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല സെലക്ടർമാർക്ക്, ടീം മാനേജ്മെന്റിന് എന്ന രൂപത്തിൽ തന്നെ പ്രകടനം നടത്തി. അതിന്റെ ഫലമാണ് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള ഈ വരവ്. അപ്പോൾ ഇഷാൻ കിഷന്റെ വരവ് ആരുടെ ചീട്ടാണ് കീറിയത്? ശുഭ്മൻ ഗില്ലിന്റെ ചീട്ടാണ് ഒന്നാമതായി കീറിയത്, തർക്കമില്ല. കാരണം എന്താ അറിയോ? അതിന് ഗില്ലിന്റെ ഔട്ട് ഓഫ് ഫോം ഒരു കാരണം കൂടിയാണ്. അപ്പോൾ ഓപ്പണറായിട്ട് സഞ്ജുവിനെ കളിപ്പിക്കാൻ തീരുമാനിച്ചു. സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണർ എന്ന് പറയുമ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് പറ്റുന്ന ഒരാൾ, ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പർ, അതിപ്പോ ഏറ്റവും ഫോം നിൽക്കുന്ന ഇഷാൻ കിഷൻ തന്നെ അദ്ദേഹത്തെ എടുക്കുകയായിരുന്നു. അങ്ങനെ പുറത്തായത് അവിടെ ശുഭ്മൻ ഗില്ലാണ്. അതോടൊപ്പം തന്നെ പുറത്തായ ഒരാൾ, ചീട്ട് കീറപ്പെട്ടവരിൽ രണ്ടാമൻ ജിതേഷ് ശർമ്മയാണ്. അദ്ദേഹം എന്തിനു പുറത്തായി അദ്ദേഹത്തിന് പോലും ഒരു വ്യക്തത ഉണ്ടാവില്ല. പക്ഷെ സംഭവം കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ അജിത് അഗാർക്കർ പറഞ്ഞില്ലേ, ഗില്ല് ഔട്ട് ഓഫ് ഫോം എന്നുള്ളത് കൊണ്ടല്ല ഒഴിവാക്കുന്നത്, അതിനപ്പുറം ഇത് ടീം കോമ്പിനേഷന്റെ കാര്യമാണ്. അപ്പൊ ഇതാണ് ആ കോമ്പിനേഷൻ. ടോപ്പ് ഓർഡറിലെ വിക്കറ്റ് കീപ്പർ, ബാറ്റർ പ്ലസ് അഭിഷേക് ശർമ്മ. അപ്പൊ അതില് ഇപ്പോ സഞ്ജു ആണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് എന്നോ അല്ലെങ്കിൽ വേണ്ടി വന്ന ഉപയോഗപ്പെടുത്താൻ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ, അതാണ് ഇഷാൻ കിഷനിലൂടെ ആ കോമ്പിനേഷൻ നിലനിർത്താനാണ് ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ട് മിഡിൽ ഓർഡറിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മ ആ കോമ്പിനേഷൻ പെർവ്യൂവിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പം ഇഷാൻ കിഷൻ വന്നു, ഇദ്ദേഹം പുറത്തായി. ഇനി സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്താണ്? സഞ്ജുവിന് പറയാവുമോ? ചിലർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. സഞ്ജുവിന് ഇയാൾ പറയാവില്ലേ? ഇയാളെ ഓപ്പൺ ചെയ്യിക്കില്ലേ? സാധ്യത കുറവാണ്. ഫസ്റ്റ് ചോയ്സ് സഞ്ജു തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പൊ കരുതാൻ പറ്റുക. ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മക്കൊപ്പം റൈറ്റ് ഹാൻഡർ ആയിട്ടുള്ള സഞ്ജു സാംസൺ, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ, അതായിരിക്കും ഫസ്റ്റ് ചോയ്സ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മോശം പ്രകടനം ഒക്കെ സ്ഥിരമായിട്ട് വന്നാൽ ഒരു റീപ്ലേസ്മെന്റ് എന്ന രൂപത്തിൽ ഇഷാൻ കിഷനെ കളിപ്പിച്ചേക്കും. അപ്പോൾ അത് അഭിഷേക് ഔട്ട് ഓഫ് ഫോം ആയാലും അങ്ങനെ വരാം, അതല്ല സഞ്ജു ഔട്ട് ഓഫ് ഫോം ആയാലും വേണമെങ്കിൽ കളിപ്പിക്കാം. അതിപ്പോൾ ലെഫ്റ്റ് കോമ്പിനേഷൻ, രണ്ട് ലെഫ്റ്റ് ഹാൻഡർമാർ ഓപ്പൺ ചെയ്ത് കൂടാന്ന് ക്രിക്കറ്റ് നിയമത്തിൽ എവിടെയില്ല, വേണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് എന്തായാലും ഇപ്പോൾ ഇഷാൻ കിഷനെ നമുക്ക് കാണാൻ പറ്റുക. സഞ്ജുവിന്റെ ചീട്ട് അങ്ങനെ കീറിയെന്ന് ആരും കരുതണ്ട. പിന്നെ ഔട്ട് ഓഫ് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെയും മാറ്റാം, അത് സംഭവിക്കും. ഇപ്പൊ ഗില്ലിനെ പോലും സ്ക്വാഡിൽ എടുക്കാതെ പുറത്താക്കിയില്ലേ എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിൽ ഇതാ അടുത്ത നെക്സ്റ്റ് ബിഗ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരാളെ ഡ്രോപ്പ് ചെയ്യാമെങ്കിൽ ഔട്ട് ഓഫ് ഫോം ആയാൽ ആരെയും ഡ്രോപ്പ് ചെയ്തേക്കാം എന്നർത്ഥം. അപ്പൊ സംഗതി വളരെ കൃത്യമാണ്. ഈ മടങ്ങി വരവിന് കൈയടിക്കണം. അൺഫെയർ ട്രീറ്റ്മെന്റിനൊക്കെ തട്ടിത്തെറിപ്പിച്ച് മിന്നും പ്രകടനം നടത്തി ഇഷാൻ കിഷൻ ഇതാ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ചീട്ട് കീറപ്പെട്ടത് ശുഭ്മൻ ഗില്ലിന്റേതും ജിതേഷ് ശർമ്മയുടേതുമാണ്. കാരണം കോമ്പിനേഷൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.